നമസ്കാരം. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി സങ്കടപ്പെടാറുണ്ട്. അവർക്കതുണ്ട്, എനിക്കതില്ല, അവിടമാണെങ്കിൽ നന്നായിരുന്നു, ഇവിടെ അത്ര പോരാ എന്നിങ്ങനെ നീളും നമ്മുടെ സങ്കടപ്പട്ടിക. ഒരിക്കൽ ഒരു വനത്തിൽ ഒരു കാക്ക വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാക്ക ഒരു അരയന്നത്തെ കാണാനിടയായി. ഓ, ഈ അരയന്നം എന്തൊരു തൂവെള്ളയാണ്! ഞാനാണെങ്കിൽ കരിക്കട്ട പോലെ കറുത്താണിരിക്കുന്നത്. കാക്ക ഉടനെ തന്നെ അരയന്നത്തിൻ്റെ അടുത്തെത്തി തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു. നീ എത്ര സന്തോഷവാനാണ്! എന്തൊരു സൗന്ദര്യമാണ് നിനക്ക്! സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ പക്ഷി നീ തന്നെയായിരിക്കും. അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്, 2 വർണ്ണങ്ങളുള്ള ഒരു തത്തയെ കാണുന്നത് വരെ. ഇപ്പോൾ ഞാൻ കരുതുന്നു ലോകത്തിലെ സന്തോഷവാനായ പക്ഷി ആ 2 വർണ്ണങ്ങളുള്ള തത്ത തന്നെയാണ്. ഉടനെ തന്നെ കാക്ക തത്തയുടെ അടുത്തെത്തി തത്തയോട് പറഞ്ഞു, ഹോ, നിന്നെ കാണാൻ എന്തൊരഴകാണ്! ഏറ്റവും സന്തോഷവാനായ പക്ഷി ഇനി ആരെന്ന് എനിക്ക് സംശയമില്ല, അതു നീ തന്നെ. ഇത് കേട്ട് തത്ത പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ കരുതി ജീവിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ ഒരു മയിലിനെ കാണാനിടയായി. ഓ, ആ മയിലിന് എത്ര വർണ്ണങ്ങളാണുള്ളത്! ആ മയിലാണ് ഏറ്റവും സന്തോഷവാനായ പക്ഷി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ കാക്ക ഒരു മൃഗശാലയിലെത്തി മയിലിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ മയിലിനെ കാണാനായി ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. കുറേ സമയം കാത്തിരുന്ന ശേഷം, ആളുകളെല്ലാം കുറേ പോയതിന് ശേഷം കാക്ക മയിലിൻ്റെ അടുത്തെത്തി. ഓ, ഈ ഗ്രഹത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി നീ തന്നെയാണ്. എത്ര ആളുകളാണ് ദിവസവും നിന്നെ കാണാനായി ഇവിടെ എത്തുന്നത്! ഇത് കേട്ട് സങ്കടത്തോടെ മയിൽ പറഞ്ഞു, സന്തോഷവാനായ പക്ഷി, സൗന്ദര്യമുള്ള പക്ഷി ഞാൻ തന്നെ ആയിരിക്കാം, പക്ഷേ എനിക്ക് സന്തോഷമില്ല. കാരണം എൻ്റെ ഈ സൗന്ദര്യം മൂലം എന്നെ ഈ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. എത്ര കാലമായി ഞാൻ ഈ കൂട്ടിൽ തന്നെ കഴിയുന്നു. ഞാൻ ഇവിടം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കൂട്ടിലും അടച്ചിട്ടിട്ടില്ലാത്ത ഒരേ ഒരു പക്ഷി കാക്ക മാത്രമാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു, അടുത്ത ജന്മത്തിനെങ്കിലും എനിക്ക് ഒരു കാക്കയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. എത്ര സമാധാനത്തോടെ ആവശ്യമുള്ളിടത്തെല്ലാം പോയി എത്ര സന്തോഷത്തോടെ ജീവിക്കാം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെയും പ്രശ്നം. നമുക്ക് ഓരോരുത്തരിലും ഓരോ മൂല്യങ്ങളുണ്ട്. നാം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും മൂല്യം തിരിച്ചറിയാൻ നാം ശ്രമിക്കുന്നില്ല. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ താരതമ്യം ചെയ്യൽ ഉപേക്ഷിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.